അറബി മാന്ത്രികത്തിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹാദരങ്ങളോടുകൂടി സ്വാഗതം. ഇന്നിവിടെ പ്രതിപാദിക്കുന്ന കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ബന്ധങ്ങൾ ശിഥിലമാകുന്നതിനുള്ള കാരണങ്ങളും അതുപോലെ തന്നെ ശിഥിലമായ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള വിഷയങ്ങളെ പറ്റിയാണ്. നമുക്കറിയാം, ബന്ധങ്ങളെന്ന് പറയുന്നത് വിഹിതബന്ധം അവിഹിതമെന്നും രണ്ടായിട്ട് ഉണ്ട്. വിഹിതബന്ധമെന്ന് പറയുന്നത് ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ സ്ഥാനത്ത് ഒഴിവ് അല്ലെങ്കിൽ പിരിഞ്ഞു പോവുകയോ മരിച്ചു പോവുകയോ ഒക്കെ ചെയ്തിട്ട് ഒഴിവുണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരു വ്യക്തിയെ സ്നേഹിച്ച് ആ വ്യക്തിയെ വിവാഹത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾക്ക് വിഹിതമായിട്ട് കണക്കാക്കാം. അവിഹിതം എന്ന് പറയുമ്പോൾ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ കൂടെ ജീവിക്കുന്ന സാഹചര്യത്തിൽ അവരെ കൂടാതെ മറ്റു ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ അതെല്ലാം അവിഹിതത്തിൻ്റെ പട്ടികയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഈ വിഹിതമായാലും അവിഹിതമായാലും ബന്ധങ്ങൾ തകർന്നു പോകുന്നതിൻ്റെ അടിസ്ഥാന കാരണം 2-3 ഇടപെടലാണ്. എന്താണ് ഈ 2-3 ഇടപെടലെന്ന് ഉദ്ദേശിക്കുന്നത്? സ്നേഹിക്കുന്ന രണ്ടുപേർക്കിടയിലേക്ക് മൂന്നാമത്തെ വ്യക്തി അഥവാ വ്യക്തികളുടെ കടന്നുവരവാണ്. അത് കുടുംബക്കാരാകാം, സുഹൃത്തുക്കളാകാം, മറ്റ് സ്നേഹബന്ധങ്ങളോട് കൂടെ വരുന്ന വ്യക്തികളാകാം, ആരുമാകാം. ഇവരുടെ രംഗപ്രവേശനത്തോട് കൂടിയിട്ട് ബന്ധങ്ങളുടെ ഭദ്രത നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. അപ്പം ഇതിലൂടെ പല ബന്ധങ്ങളും വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും നാണക്കേട് നാറ്റക്കേസുമായി മാറുന്ന അവസ്ഥയിലെത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ബന്ധങ്ങൾ രഹസ്യമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് ദൃഢത ഉണ്ടാവുള്ളൂ. പിന്നെ രണ്ടാമതായിട്ട് ബന്ധങ്ങൾ തകരുന്നത് ആളുകൾ രണ്ടുപേരുടെയും സംസാരത്തിൽ വരുന്ന അപാകതകൾ കൊണ്ട് വഴക്കടിക്കാനിട വരുന്നു. അപ്പോൾ അതിലൊരാൾ എന്ത് ചെയ്യുന്നു, ഫോണങ്ങ് ബ്ലോക്ക് ചെയ്തിട്ട് പോകുന്നു. പിന്നെ കുറേ നാളത്തെ കണക്കം ഉണ്ടാവില്ല, മറ്റേ ആൾ ദുഃഖിച്ച് കരഞ്ഞു പുറകെ നടക്കും. അപ്പം ഈ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതിലൂടെ സ്നേഹബന്ധത്തിൻ്റെ ദൃഢത നഷ്ടപ്പെടും. പിന്നെ ഇതിൽ കണ്ടുവരുന്ന രീതി എന്ന് പറയുന്നത് ചൂഷണമാണ്. മാന്യതയെ ചൂഷണം ചെയ്യുകയും ധനത്തെ ചൂഷണം ചെയ്യുകയും ഒക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഇത് തലയിലാകുമെന്നുള്ള ഒരു സാഹചര്യത്തോട് കൂടിയിട്ട് അതിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു രീതിയാണ് കുറേയധികം ആളുകൾ കണ്ടുവരുന്നത്. അപ്പം അതിനെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ സ്നേഹബന്ധത്തിനിടയിലുള്ള ദാമ്പത്യവും അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകളും ഒഴിവാക്കുന്നതാണ് അതിൽ ഏറ്റവും ഗുണം ചെയ്യുക. കാരണം നമുക്ക് സ്നേഹബന്ധത്തിന് ഇടയിൽ ദാമ്പത്യം ആവശ്യമാണെങ്കിൽ അത് ആദ്യം നമ്മൾ വിലയിരുത്തണം. ഈ വ്യക്തിയെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയായിട്ട് ഞാൻ സ്വീകരിക്കാനാണോ അതോ എനിക്ക് സുഹൃത്തായിട്ട് ദീർഘകാലം കൊണ്ടു നടത്താനാണോ എന്നുള്ളൊരു വ്യക്തമായ തീരുമാനം അതിലുണ്ടാകണം. ചിലർക്ക് ഭാര്യ ഭർത്താക്കന്മാരായിട്ടൊന്നും ജീവിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പം അവർക്ക് സ്നേഹബന്ധമായിട്ട് പോകാനായിരിക്കും താല്പര്യം. അപ്പം അതിലൊരു വ്യക്തത വരുത്തിയതിന് ശേഷമാണ് ദാമ്പത്യം കലർന്നതായ പ്രണയത്തിലേക്ക് പോയാൽ പ്രയോജനപ്പെടുള്ളൂ. പിന്നെ അതുപോലെ തന്നെയാണ് ഇതിൽ സാമ്പത്തികം. ജീവിത പങ്കാളിയായിരിക്കുന്ന വ്യക്തി നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ട് പല ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, വലിയ സംഖ്യകൾ ഓരോരുത്തർക്ക് കൊടുത്തിട്ട് അവരെ സംരക്ഷിച്ച് നിർത്താൻ ശ്രമിക്കുന്നതായിട്ട് കാണാം. അപ്പം ഈ പൈസ തിരികെ കൊടുക്കേണ്ട ആവശ്യകത ഉന്നയിച്ചിട്ട് ഇവരെന്ത് ചെയ്യും, മെല്ലെ അവിടുന്ന് അകലാൻ തുടങ്ങും. അപ്പം സാമ്പത്തികം ഇതിൻ്റെ അകത്ത് ബന്ധത്തെ ഉലയ്ക്കുന്നു എന്നുള്ള, സാമ്പത്തിക ഇടപാടുകൾ ബന്ധത്തെ നശിപ്പിക്കുന്നു എന്നുള്ളതും വളരെ വ്യക്തമാകും. അപ്പം ഇതിൽ നമ്മൾ ഇനിയും ഈ ബന്ധങ്ങളൊക്കെ എങ്ങനെ നിലനിർത്താൻ പറ്റും? ഇതിൽ ചില ബന്ധങ്ങൾ സാമ്പത്തിക ഇടപാടും ശാരീരിക ചൂഷണവും നടന്ന ബന്ധങ്ങളൊന്നും നമുക്ക് പലതും പുനർജീവിപ്പിക്കാൻ സാധിക്കില്ല. അല്ലാതെയുള്ള ചെറിയ ചെറിയ പണക്കങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ കൊണ്ടൊക്കെ പോയ നിരവധി ബന്ധങ്ങളുണ്ട്. അതിനൊക്കെ പുനർജീവിപ്പിക്കാൻ സാധിക്കും. അതിനൊക്കെ അറബി മാന്ത്രികത്തിൽ അതിശക്തമായ കർമ്മങ്ങളുണ്ട്. കാരണം ബാക്കിയുള്ള ചില കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അതിൽ മനഃപൂർവ്വം നമ്മളെ ചതിക്കണം, വഞ്ചിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി വന്നുകൂടിയ ആൾക്കാരാണ്. അത്തരം ആളുകളെ നമ്മൾ വീണ്ടും കൂടെ കൂട്ടുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ യഥാർത്ഥമായ സ്നേഹം വന്നിട്ട് ചില തെറ്റിദ്ധാരണകളുടെയും വാക്കുകളുടെയും പുറത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങളെ നമുക്ക് പുനർജീവിപ്പിക്കാൻ സാധിക്കും. ഇതിനു വേണ്ടിയിട്ട് ഇതിനകത്ത് ധാരാളം കർമ്മങ്ങൾ നിലവിലുണ്ട്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തുടർന്ന് വീഡിയോകളിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഇത് ചേർത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് വിളിക്കാൻ കഴിയും. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം.